നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മൂകാംബിക ദേവി ദർശനത്താൽ വിനായകന് മനം മാറ്റം. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. വിനായകൻ ഒരു ഗംഭീര നടനാണ്. ഇന്ത്യൻ സിനിമയിലെ അതികായകനായ രജനീകാന്തിന്റെ ഒപ്പം നിന്ന് കട്ടയ്ക്ക് അഭിനയിക്കാൻ കഴിവുള്ള നടൻ. പക്ഷെ സ്വഭാവ വൈകൃതം കൊണ്ട് സർവരെയും പരമാവധി വെറുപ്പിക്കുന്ന ആൾ കൂടിയാണ് വിനായകൻ. ഇനി വിഷയത്തിലേക്ക് വരാം. കൊല്ലൂർ മൂകാംബിക എന്നത് അവിശ്വാസികളിൽ പോലും ചൈതന്യം നിറയ്ക്കുന്ന ഒരിടമാണ്. വിനായകനും ജയസൂര്യയുടെ ഭാര്യ സരിതയും ചേർന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുന്നു. ഇവർ ഒന്നു ചേർന്ന് അഭിനയിക്കുന്ന ആട് 3യുടെ ചിത്രീകരണത്തിന് മുൻപായി മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് താരങ്ങൾ അവിടെ എത്തിയത്. കലാകാരന്മാരുടെ വിശ്വാസ ശക്തിയാണ് മൂകാംബിക ദേവി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഏറ്റവും ജനകീയ രാഷ്ട്രീയ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിനായകൻ നടത്തിയ "അയാൾ ചത്തു, അത് മതി" എന്ന ക്രൂരമായ വാക്കുകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ആ സമയത്ത് സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിനായകൻ എന്ന താരം. അടുത്തിടെ ലഹരിക്കടിമപ്പെട്ട് ഫ്ളാറ്റിലുണ്ടാക്കിയ കോപ്രായങ്ങളോടെ ഇയാൾ പൂർണ്ണമായും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ടവനായി മാറിയിരുന്നു. കാതുകൾ പൊട്ടിപ്പോകുന്ന തെറിവിളിയും നഗ്നതാ പ്രദർശനവുമൊക്കെയായി ഇയാളുടെ പേക്കൂത്തുകൾ അസഹനീയമായി തീർന്നു. അനാവശ്യമായി പ്രകോപിതനായി പോലീസ് ഓഫീസർമാരെ അസഭ്യം പറയുക, എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ വിനായകന്റെ പതിവ് രീതികളാണ്. ഇടത് സഹയാത്രികനായ വിനായകന്റെ ആദ്യകാല സ്വഭാവ വൈകൃതങ്ങൾ ചില സഖാക്കൾ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് പതിവായപ്പോൾ അവരും ഈ മോശം സഖാവിനെ കൈവിട്ടു. മലയാളം, തമിഴ് സിനിമകളിൽ നെഗറ്റീവ് ക്യാരക്ടറുകൾ ഗംഭീരമാക്കിയ നടനാണ് വിനായകൻ. ആട് സിനിമയിലെ കോമഡി രംഗങ്ങൾ സിനിമാ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകമായ രൂപഭാവങ്ങൾ കൊണ്ടാണ് വിനായകൻ സിനിമയിൽ ശ്രദ്ധ നേടിയത്. സുവിശേഷകനായും ഊമയായും മറ്റ് നിരവധി നല്ല വേഷങ്ങൾ ചെയ്തുമൊക്കെ വിനായകന്റെ കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാറ്റിനും പ്രതിഷേധിക്കുക എന്ന സ്വഭാവത്താലാണ് വിനായകൻ വെറുക്കപ്പെട്ടിരുന്നത്. മൂകാംബിക ക്ഷേത്ര ദർശനത്തോടെ അദ്ദേഹത്തിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. യുക്തിവാദിയായ മലയാള എഴുത്തുകാരൻ സക്കറിയ പോലും ദൈവവിശ്വാസിയായി മാറിയ ഇടമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്ര അർച്ചകൻ സുബ്രഹ്മണ്യ അടികയിൽ നിന്നും ക്ഷേത്രപൂജ പ്രസാദവും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച ശേഷമാണ് വിനായകൻ മടങ്ങിയത്. വലിയ അഭിനയ സിദ്ധിയുള്ള വിനായകൻ എന്ന നടനിൽ നിന്നും ഗംഭീരമായ കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഒപ്പം ലഹരിയിൽ നിന്നും മുക്തി നേടി നന്മയുടെ ജീവിത വസന്തങ്ങളിൽ അദ്ദേഹം എത്തട്ടെ. ആശംസകൾ. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ. മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.